ഹലോ ഗേസ്, രാവിലെ ഒരു ചായയിൽ നിന്ന് തന്നെ തുടങ്ങാം. തുടക്കം തന്നെ കെങ്കേമ ഒരു ഊളച്ചായ. കാഠ്മണ്ഡുവിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഫുള്ള് ഞങ്ങൾ കാഠ്മണ്ഡുവിലാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ നേരെ മുക്തിനാഥിലേക്ക് പോകാനാണ്. അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും വേണം. മുക്തിനാഥിൽ 4 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ജാക്കറ്റൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിനായിട്ടുള്ള പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയേക്കുവാണ്. കുറേ സ്ഥലത്ത് ജാക്കറ്റ് അന്വേഷിച്ച് നടക്കുകയാണ്. കാഠ്മണ്ഡുവിലെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ട്രീറ്റാണിത്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല, കൂടുതലും ഡ്രസ്സുകളൊക്കെയാണ്. എന്നാൽ നല്ല വിലയും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കിയപ്പോൾ ഒരു ക്യൂട്ടി പപ്പിനെ കണ്ട്, നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നു. അങ്ങനെ ജാക്കറ്റിനായിട്ടുള്ള അലച്ചിലിൻ്റെ ഇടയിലാണ് ഞാനൊരു കാര്യം കണ്ടത്. നമ്മുടെ നാട്ടിൽ ഒളിച്ചും പത്തും കൊടുത്തിരിക്കുന്ന സാധനം താണ്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഏരിയയിൽ ഇങ്ങനെ വിൽക്കുന്നു. അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് ജാക്കറ്റ് കിട്ടി. ഇനി ഞങ്ങൾ പോകുന്നത് കാഠ്മണ്ഡുവിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പശുപതിനാഥ് ടെമ്പിൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കാഠ്മണ്ഡു നഗരത്തിലെ ബാഗ്മതി നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അതിൻ്റെ മനോഹരമായിട്ടുള്ള പഗോഡ ശൈലിയിലുള്ള നിർമ്മാണമാണ്. സ്വർണ്ണമേൽക്കൂരയും മരപ്പണികളും ക്ഷേത്രത്തിന് അതുല്യമായ ഭംഗി നൽകുന്നുണ്ട്. ധാരാളം പ്രാവുകളും ഇവിടെയുണ്ട്. ഭഗവാൻ ശിവനെ പശുപതിനാഥൻ അഥവാ സകല ജീവജാലങ്ങളുടെ നാഥൻ എന്ന രൂപത്തിൽ ഇവിടെ ആരാധിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിരവധി സന്യാസിമാരെയും കാണാം. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബാഗ്മതി നദീതീരത്തെ കാട്ടുകൾ ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത കൂടിയാണ്. ഹിന്ദു ആചാരപ്രകാരം നടക്കുന്ന ചടങ്ങുകളൊക്കെ ഈ ഒരു നദിയുടെ തീരത്താണ് ചെയ്യുന്നത്. നേപ്പാൾ സന്ദർശിക്കുന്നവർക്ക് തീർച്ചയായും കാണേണ്ട സ്ഥലങ്ങളിലൊന്നാണ് പശുപതിനാഥ് ക്ഷേത്രം. ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി വെളിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന തേങ്ങ ഇവർക്കൊരു കൗതുക വസ്തുവാണ്. ഇവർ വില കൊടുത്ത് സാധനം വാങ്ങി കുടിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു വെറൈറ്റി ഡിഷും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അടുത്ത അമ്പലത്തിലേക്ക് പോവുകയാണ്. കാഠ്മണ്ഡുവിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഗുഹേശ്വരി ടെമ്പിൾ. ഹിന്ദു വിശ്വാസപ്രകാരം ഇത് 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണെന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ ഈ ക്ഷേത്രം ശക്തി ആരാധകരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. പശുപതിനാഥ ടെമ്പിളിന്റെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു പുരാണ പ്രകാരം ദക്ഷയാഗത്തിന് ശേഷം ഭഗവതി സതിയുടെ ശരീരഭാഗം ഭൂമിയിലെ വിവിധ സ്ഥലങ്ങളിൽ പതിച്ചിട്ടുണ്ട്. അതിൽ സതീദേവിയുടെ ഗുഹ്യഭാഗം ഇവിടെ പതിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് ഗുഹേശ്വരി ക്ഷേത്രം എന്ന് പേര് നൽകുന്നത്. അങ്ങനെ സതീദേവിയെ കണ്ട് തൊഴുതതിനു ശേഷം ഞങ്ങൾ നെക്സ്റ്റ് അമ്പലത്തിലേക്ക് പോവുകയാണ്. അടുത്ത ഞങ്ങൾ പോകുന്നത് ബുദ്ധ നീൽകണ്ഠ ടെമ്പിളിലേക്കാണ്. ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളത്തിനുള്ളിൽ ശയനമുദ്രയിൽ കിടക്കുന്ന മഹാവിഷ്ണുവിന്റെ ഭീമാകാരമായ പ്രതിമയാണ്. ഒരു കറുത്ത ശിലയിൽ നിന്നും കൊത്തിയെടുത്ത് ഈ പ്രതിമയ്ക്ക് ഏകദേശം 5 മീറ്റർ നീളമുണ്ട്. നേപ്പാളിലെ ഏറ്റവും വലിയ ശിലാശില്പങ്ങളിൽ ഒന്നാണിത്. അങ്ങനെ മഹാവിഷ്ണുവിന്റെ കാൽ തൊട്ട് വണങ്ങി ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്.